ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് സ്തോത്ര സ്തുതി ബഹുമാനങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് തന്റെ രക്തം പ്രായശ്ചിത്തമായി നൽകിയ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ തിരുവെഴുത്തുകൾ പഠിക്കുകയാണല്ലോ. 2 സാക്ഷികളെ കുറിച്ചാണ് നാം ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അവർ ആരായിരിക്കുമെന്ന അഭിപ്രായങ്ങൾ ഒക്കെ നമ്മൾ നോക്കി. ആരായിരിക്കും എന്നത് പ്രസക്തമായ സംഗതി അല്ല നമ്മെ സംബന്ധിച്ച്. അവരുടെ ശുശ്രൂഷയുടെ കാലയളവ് നമ്മൾ കണ്ടു. അവരെ ശുശ്രൂഷിക്കുന്നത് പ്രവചനമായിരിക്കും, പ്രവചന ശുശ്രൂഷയായിരിക്കും അവരുടേത് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ചാക്ക് അഥവാ രട്ടുശീല ഉടുത്തുകൊണ്ടാണ്. അത് അവരുടെ ദുഃഖത്തെയും അതുപോലെ തന്നെ സുഖലോലുപതകളെ വർജിക്കുന്നതിനെയും കാണിക്കുന്നു. പല ഭക്തന്മാരും പല സമയത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ ആഡംബരങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ ആഡംബരങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു വർജന പ്രകൃതം വിശുദ്ധന്മാർക്ക് പൊതുവെ ഉണ്ട്. ആ ആഡംബരവും ഔന്നത്യവും ഒക്കെ പാപത്തിന്റെ ഭാഗമായിട്ട് ആ വിശുദ്ധന്മാര് കാണുമായിരുന്നത് കൊണ്ടാണ് അത് വേണ്ട എന്ന് അവര് വെച്ചിരുന്നത്. ദാനിയേലും കൂട്ടരും ആഹാരം തന്നെ രാജകീയമായത്, ആഡംബരപൂർണമായത് വേണ്ടെന്ന് വെച്ചു. അപ്പം പൊതുവെ അത്യാഡംബരപൂർണമായ രീതിയിൽ പാപത്തിന്റെ അവസ്ഥകളിൽ ജനം പുരോഗമിക്കുമ്പോൾ ഭക്തന്മാർ അങ്ങനെയുള്ളത് വേണ്ട എന്ന് വെച്ച് ഏറ്റവും ലളിതമായത് തിരഞ്ഞെടുക്കുന്നത് സാധാരണപ്പെട്ട സംഗതിയാണ്. അത് താമസ സൗകര്യങ്ങളായാലും യാത്രാ സൗകര്യങ്ങളായാലും ഭക്ഷണമായാൽ പോലും അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അവരെ രട്ടുശീല ഉടുത്തവരായി നാം കാണുവാൻ കാരണം. ആമേൻ ഉള്ളത്. അതിനുശേഷം അവരെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം, സാദൃശ്യം നമ്മൾ കണ്ടു. ആ സാദൃശ്യം പഴയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സഖരിയ പ്രവചനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായിരുന്നു നാം ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത്. നാം അവരെ കുറിച്ച് കാണുന്നത് ഈ 2 പേർ 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ വായിച്ചത്. ഒന്നും കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. 3 to 6. And I will grant authority to my 2 witnesses, and they will prophesy for 1260 days, clothed in sackcloth. These are the 2 olive trees and the 2 lampstands that stand before the Lord of the earth. And if anyone would harm them,
Fire pours out from their mouth and consumes their foes. If anyone would harm them, this is how he is doomed to be killed. They have the power to shut the sky, that no rain may fall during the days of their prophesying, and they have power over the waters to turn them into blood and to strike the earth with every kind of plague, as often as they desire. താങ്ക് യു മനെ. നാം അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലായിരുന്നു നിന്നത്. അവര് ദൈവസന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളും നിലവിളക്കുകളും. ആ ദൃഷ്ടാന്തം നമ്മൾ കാണുന്നത് സെരുബാബേലിന്റെ ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം യെരുശലേം ദേവാലയത്തെ, രണ്ടാമത്തെ ദേവാലയത്തെ പണിയുന്നതുമായി ബന്ധപ്പെട്ടാണ്. സെഖരിയ പ്രവചനത്തിലും ഹഗ്ഗായിലും നമുക്കത് കാണാം, പ്രത്യേകിച്ച് സെഖരിയാവിൽ. അവിടെ 2 ഒലിവുമരം, 2 നിലവിളക്കുകൾ. ഈ രണ്ട് കാണിച്ചിരിക്കുന്നത് അന്നത്തെ യഹൂദ സമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്ന, രാഷ്ട്രീയ നേതൃത്വം കൊടുത്തിരുന്ന സെരുബാബേലിനെയും ആരാധനയ്ക്ക് അല്ലെങ്കിൽ മതപരമായ നേതൃത്വം കൊടുത്ത യോശുവയെയും കാണിക്കുന്നതാണ്. ഇവിടെ ഈ 2 ദൃഷ്ടാന്തങ്ങൾ ഒലിവും നിലവിളക്കും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒലീവ് ഓയിൽ, ഒലിവെണ്ണ, ഒലിവെണ്ണ കൊണ്ട് കത്തുന്ന നിലവിളക്ക്. ഈ 2 സാക്ഷികളെയാണ് കാണിക്കുന്നത്. അന്ന് അത് സെരുബാബേലും യോശുവയുമായിരുന്നു. സെരുബാബേൽ ദാവീദിന്റെ കുടുംബത്തിൽ പിറന്നവനാണ്. യോശുവ അഹരോന്റെ കുടുംബത്തിൽ. മനസ്സിലായോ? സെരുബാബേൽ രാജകീയ ഡൈനാസ്റ്റിയെ, രാജവംശത്തെയും, യോശുവ അഹരോന്യ പൗരോഹിത്യ വംശത്തെയും അല്ലെ പൗരോഹിത്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രത്യേകിച്ച് വരുമ്പോൾ, നാം കാണുന്നത് യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് ദൈവത്തിന് പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി വച്ചിരിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ രാജ്യവും പുരോഹിതന്മാരും. അർത്ഥം രണ്ടിനും ഒന്ന് തന്നെയാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും, അല്ലെങ്കിൽ രാജ്യവും പുരോഹിതന്മാരും. അതിൻ്റെ പ്രാതിനിധ്യമാണ് അവിടെ കാണുന്നത്. ഒലിവെണ്ണ ഇടിച്ചെടുത്ത് ദേവാലയത്തിൽ നിലവിളക്ക് കത്തിക്കുന്നു. ആ നിലവിളക്ക് അന്ന് സെരുബാബേലിന്റെ കാലത്ത് രാഷ്ട്രീയമായും സാമൂഹികമായും സാൻമാർഗികമായും ആത്മീയമായും ഇരുളടഞ്ഞു കിടന്ന ഒരു സമൂഹമായിരുന്നു, ഒരു സാഹചര്യമായിരുന്നു അവിടെ.
എന്നാൽ ഈ നിലവിളക്ക് അവിടെ വെളിച്ചം പകരുന്നു. അതുപോലെ ഇവിടെ ഈ രണ്ട് സാക്ഷികൾ വെളിപ്പാട് 11-ാമത്തെ അധ്യായത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ രാഷ്ട്രീയമായും സാമൂഹികമായും ആത്മീയമായും സാൻമാർഗികമായും അധപ്പതനത്തിന്റെ ഏറ്റവും പടുകുഴിയിൽ കിടക്കുകയാണ് അന്നത്തെ ലോകം. സ്തോത്രം. അപ്പോൾ ദൈവാത്മാവിന്റെ ശക്തിയാലും ദൈവിക നിയോഗത്താലും അവർ ശുശ്രൂഷിക്കുന്നതിനെയാണ് അത് കാണിക്കുന്നത്. ആ ഒരു പ്രാതിനിധ്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ആ നിലവിളക്ക് ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് കത്തുന്നത് പോലെ ഇവരുടെ ശുശ്രൂഷ വളരെ പ്രജ്വലിതമായിരിക്കും. ഇവരുടെ ശുശ്രൂഷ പ്രകാശമാനമായിരിക്കും. ഇവരുടെ ശുശ്രൂഷ സാക്ഷീകരണ വിധത്തിലുള്ളതായിരിക്കും. വെളിച്ചം പകർത്തുന്നത് പോലെ അല്ലെങ്കിൽ പകരുന്നത് പോലെ ഇവരുടെ ശുശ്രൂഷ ദൈവികമായ വിഷയങ്ങളെ ജനത്തിൻ്റെ ഇടയിൽ പ്രകാശിപ്പിക്കും അഥവാ പ്രചരിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഉദാഹരണമായിട്ട് ഇവിടെ നിന്നും എടുക്കാം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ, വിശേഷിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രകാശനത്തിൽ അഥവാ വെളിപ്പാടിൽ പറയപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒലിവുമരങ്ങളും നിലവിളക്കും എന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അന്ന് സെരുബാബേലും യോശുവയും എന്നതുപോലെ ഇന്ന് ഈ രണ്ട് സാക്ഷികൾ ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി പ്രശോഭിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്വാഗതം. ഒന്നുമില്ല എങ്കിൽ അടുത്തത് അവര് ചെയ്ത പ്രവൃത്തികളെ കുറിച്ചാണ്. അവരുടെ ശുശ്രൂഷ പ്രവചനമായിരുന്നു. എന്നാൽ ആ പ്രവചന ശുശ്രൂഷയ്ക്ക് എതിര് നിൽക്കുകയോ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി അയക്കപ്പെട്ട ഇവർക്ക് ദോഷം വരുത്തുകയോ ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു വിശേഷപ്പെട്ട അധികാരം ഇവർക്ക് നൽകിയിരുന്നു. അതവരുടെ ശുശ്രൂഷയായിരുന്നില്ല, പക്ഷേ അവർക്ക് നൽകപ്പെട്ട വിശേഷാൽ അധികാരമായിരുന്നു. അത് രണ്ടും വ്യത്യസ്തമാണ്. വ്യത്യാസം മനസ്സിലായോ? ശുശ്രൂഷയും അവരിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. അത് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവം ആത്യന്തികമായി ചെയ്യുവാൻ അവർക്ക് നിയോഗം കൊടുത്തയച്ചതാണ്. ഏത് സാഹചര്യത്തിലും അവർക്ക് പ്രവചിക്കണമായിരുന്നു. എന്നാൽ പിന്നീട് അവർ ചെയ്ത കാര്യങ്ങൾ അത് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതായിരുന്നില്ല.
അത് ആവശ്യാനുസരണം മാത്രം അവർ ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ പ്രവചനം അങ്ങനെയല്ല. അവർക്ക് എല്ലായിടത്തും ആത്യന്തികമായും പരമമായും അത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ അവരുടെ ശുശ്രൂഷ പ്രവചനമായിരുന്നു. അവരുടെ പ്രവൃത്തി പ്രത്യേകമായ അധികാരത്തോടെ അവർ ചെയ്തത് നാം അടുത്ത വാക്യങ്ങളിൽ കാണുന്നുണ്ട്. They had power to shut heaven. They had power over waters to turn it into blood, them into blood. And also to strike the earth with any plague as they wished. അവരുടെ പ്രവൃത്തിയുടെ ഭാഗമായി ദൈവം പ്രത്യേകമായ അധികാരം അവർക്ക് കൊടുത്തിരുന്നു. ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തെ അടച്ചു വെക്കാൻ, മഴ പെയ്യാതെ. മോശ ചെയ്തതുപോലെ രക്തത്തെ വെള്ളത്തെ രക്തമാക്കാൻ. മറ്റ് ആരെങ്കിലും അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ആകാശത്ത് നിന്ന് അവരൊക്കെ, അല്ലെങ്കിൽ ഏലിയാവും എലീശയും ഒക്കെ തീയിറക്കിയതുപോലെ തീയിറക്കാനും ഇവരോട് എതിർക്കുന്നവരെ ദണ്ഡിപ്പിക്കുവാനും ഒക്കെയുള്ള പ്രത്യേകമായ അധികാരം അവർക്ക് ദൈവം നൽകിയിരുന്നു. അതിനെ അക്ഷരികമായി തന്നെ നമ്മൾ അങ്ങ് എടുത്താൽ മതി. അവിടെ അവരുടെ ശുശ്രൂഷാകാലം തീരുന്നതുവരെ അവരെ ദണ്ഡിപ്പിക്കുവാനായി ഭൂവാസികൾക്ക് അനുവാദമില്ലായിരുന്നു എന്നർത്ഥം. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി, ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ സംരക്ഷണത്തെ വെളിപ്പെടുത്താനും ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും സ്വയസംരക്ഷണത്തിനും വേണ്ടി ഈ വിധമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അവർക്ക് ദൈവം അധികാരം കൊടുത്തു. അതിൻ്റെ എല്ലാം പൂർത്തീകരണങ്ങൾ അക്ഷരികമായുള്ളത് നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഏലിയാവിൻ്റെയും മോശയുടെയും ഒക്കെ കാലത്ത്. അതാണ് നാം കാണുന്നത്. ആകാശം അടച്ചു കളയാന്, വെള്ളത്തെ രക്തമാക്കാന് അവര് ഇഷ്ടപ്പെടുന്നത് പോലെ അന്ന് ജീവിച്ചിരുന്ന സമൂഹത്തെ ബാധകളാൽ ദണ്ഡിപ്പിക്കുവാന് ഒക്കെ അതിനുള്ള പ്രത്യേകമായ അധികാരം അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഈ രണ്ട് സാക്ഷികൾ പുരുഷന്മാരാണെന്നാണ് നമുക്ക് തെളിയുന്നത്. മാസ്കുലൈൻ ജെൻഡറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഗ്രാമർ അനുസരിച്ച്. അവിടെ കൊടുത്തിരിക്കുന്ന നൗൺസ് മാസ്കുലൈൻ ജെൻഡറിലാണ്, പുരുഷന്മാർ എന്ന നിലയിലാണ്. അവൻ അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരെ കാണിക്കുന്ന അളവിലാണ് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സാക്ഷികൾ പുരുഷന്മാരായിരുന്നു എന്നത് ന്യായമായിട്ട് നമുക്ക് അനുമാനിക്കാം. ഈ 6 വരെയുള്ള വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും?
ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 7 to 10, 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയുമില്ല. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് the death or the murder of these two witnesses, the end of their ministry. Revelation of the Antichrist, a manifestation of the Antichrist. നാം ഇപ്പോൾ അതാണ് കാണുന്നത്. ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷയുടെ അവസാനം, ഈ രണ്ട് സാക്ഷികളുടെ മരണം അഥവാ രക്തസാക്ഷിത്വം, വെറും മരണമല്ല, രക്തസാക്ഷിത്വമാണ്. എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശം. ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും കാണുവാൻ കഴിയുന്നത്. അതിൽ നാം ഒന്നാമതായിട്ട് കാണുന്നത് ഈ രണ്ടു പേരുടെ ശുശ്രൂഷ തികഞ്ഞ ശേഷം, അല്ലെങ്കിൽ അവർ തികച്ച ശേഷം. ഇന്നലെയും നമ്മളെ പറ്റി കണ്ടു. ദൈവം എന്ത് ദൗത്യത്തോടുകൂടെ ഒരു വ്യക്തി അയച്ചിരിക്കുന്നുവോ ആ ദൗത്യം നിവർത്തിക്കപ്പെടാതെ ആ വ്യക്തിയെ നീക്കം ചെയ്യാൻ, കൊന്നുകളയാൻ ആർക്കും കഴിയില്ല. ഇവിടെ ഇത്ര കൊടിയ ശത്രുത ഉണ്ടായിട്ടും, ഇത്രയ്ക്കും കൊടിയ എതിർപ്പുകളും ഉപദ്രവങ്ങളും കൊല്ലും കൊലവിളിയും ഉണ്ടായിട്ടും ഇവരെ രണ്ടുപേരെയും തൊടുവാൻ അവർക്ക് കഴിഞ്ഞില്ല, ആർക്കും. എന്നാൽ അവരുടെ ശുശ്രൂഷ തികഞ്ഞു. ആഴത്തിൽ നിന്ന് കയറുന്ന മൃഗം അവരെ കൊന്നുകളഞ്ഞു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ വേല തികഞ്ഞു, പിന്നെ വേണ്ട. സ്തോത്രം. തുരുമ്പിച്ചു പോകുന്നതിനേക്കാൾ തേഞ്ഞു തീരുന്നതാണ് നല്ലതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ഇവിടെ നമുക്കും ധൈര്യം നൽകുന്നതാണിത്. ഇന്നലെ പറഞ്ഞതുപോലെ നമ്മെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചെങ്കിൽ ആ ദൗത്യം നിർവഹിക്കുവാൻ ദൈവം അനുവദിക്കും. ആ ദൗത്യം അതും ദൈവത്താൽ നൽകപ്പെട്ട ദൗത്യമാണെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നതും സ്തോത്രം ദൈവം തന്നെയായിരിക്കും. ഇവിടെ ദൈവം അയച്ചതാണ് ഇവരെ, ദൈവത്തിന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണ ചുമതല ദൈവം തന്നെ ഏറ്റെടുത്ത് നടത്തും. ഇത്രയും മനസ്സിലായല്ലോ. ശുശ്രൂഷ തികപ്പിക്കുന്ന ദൈവം. പൗലോസിനെ റോമിലേക്ക് ഒരു കൊള്ളക്കാരനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പൗലോസിനോട്
ദൈവം വെളിപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. എന്താ പറഞ്ഞത്? പൗലോസേ, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ നിന്റെ ശുശ്രൂഷ ഇതുവരെ തീർന്നിട്ടില്ല. അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം പൗലോസിനെ കൊല്ലുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കാതെ ദൈവം അതിൽ നിന്നും പിൻവാങ്ങില്ല. സ്തോത്രം. ഇത്രയും മനസ്സിലാക്കാണല്ലോ. അവരുടെ ശുശ്രൂഷ തികഞ്ഞ ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അത് ആന്റിക്രൈസ്റ്റ്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ മൃഗം എന്ന നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സാത്താനെയും അല്ലെങ്കിൽ സാത്താന്യ തൃത്വത്തെ തന്നെ ഒരു വന്യമായ നിലയിലാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. പഴയ പാമ്പ്, മഹാസർപ്പം, പശു അല്ലെങ്കിൽ മൃഗം. കള്ളപ്രവാചകനെയും മൃഗമെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എതിർ ക്രിസ്തു അവൻ വന്ന് ഇവരെ കൊല്ലുന്നു. എന്താ, ഇതിനു മുമ്പൊരിക്കലും എതിർ ക്രിസ്തു ഇവരെ കൊല്ലാൻ ശ്രമിച്ചു കാണത്തില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് അവന് അവരുടെ മേൽ കൈവെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എതിർ ക്രിസ്തു വന്ന് ഇവരെ രണ്ടുപേരെയും കൊല്ലുന്നു. അവർ ആഴത്തിൽ നിന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്നല്ലേ, ജനസാഗരത്തിന്റെ ഇടയിൽ. അതിലേക്ക് വരുന്നു. അപ്പോൾ എതിർ ക്രിസ്തു ഇവിടെ ഒരു മൃഗമായിട്ടും ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായിട്ടും ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ മനുഷ്യർക്കാർക്കും അവരെ ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്നപ്പോൾ, ഈ രണ്ട് സാക്ഷികൾക്ക് ദോഷം വരുത്തുവാൻ ഭൂവാസികൾക്കാർക്കും കഴിയാതിരുന്നപ്പോൾ, ഇത്രയും നാളുകൾ പിന്നിടുക കൂടി ചെയ്തിട്ട് എതിർ ക്രിസ്തു ഇവിടെ ആ ദൗത്യം നിർവഹിക്കുകയാണ്. നാം ഇവിടെ ആഴത്തിൽ നിന്ന്, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു അഗാധ കൂപം. 9-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നിന്ന് അഗാധ കൂപം കണ്ടുവല്ലോ. എതിർ ക്രിസ്തു അല്ലെങ്കിൽ ഈ അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ കൊന്നെങ്കിലും അവരുടെ ശുശ്രൂഷയെ അല്പം പോലും കുറയ്ക്കാൻ, ശുശ്രൂഷയുടെ കാലത്തെ അല്പമെങ്കിലും വെട്ടിച്ചുരുക്കാൻ അവന് കഴിഞ്ഞില്ല.
പൗലോസ് അപ്പോസ്തലൻ തന്റെ സാക്ഷ്യം പറയുന്നുണ്ട് 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ. പൗലോസ് പറയുന്നു, എൻ്റെ പ്രതിവാദത്തിൽ എനിക്ക് ആരും തുണ നിന്നില്ല. 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായം. ആരും യാ, എടുത്തെങ്കിൽ വായിച്ചോ സോണി ബ്രദർ. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. Praise God. പൗലോസ് വളരെ വേദനയോടെ തിമോഥെയോസിനോട് പറയുന്ന കാര്യമാണ്. പൗലോസിന്റെ വിടവാങ്ങൽ ലേഖനമാണല്ലോ ഇത്. 2 തിമോഥെയോസ് 4-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 10 മുതൽക്കുള്ള വാക്യങ്ങളിലുണ്ട് 14 തൊട്ട് തൻ്റെ ശുശ്രൂഷയോട് എതിർത്ത് നിന്നവരെ പറ്റി പൗലോസ് പറയുന്നു. എന്നിട്ടാണ് നാം അതിൻ്റെ 16 മുതൽ കാണുന്നത്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എന്നിട്ട് പൗലോസ് പറയുന്നത് കണ്ടോ, എങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു. എന്തിനെ സഹായിച്ചു? പ്രസംഗം നിവർത്തിക്കുവാനും. സ്തോത്രം. പ്രസംഗം പൂർത്തീകരിപ്പാൻ, അല്ലെങ്കിൽ നിവർത്തിപ്പാൻ, അല്ലെങ്കിൽ ശുശ്രൂഷ തികയ്ക്കുവാൻ കർത്താവ് എനിക്ക് തുണ നിന്നു. ഇവിടെയും അതുപോലെ തന്നെയാ. വേറെ ആരുമില്ല, സകല മനുഷ്യരും ഇവർക്കെതിരാ. പക്ഷേ ദൈവം അവർക്ക് തുണ നിന്നു, അവരെ കൊണ്ട് ആ വേല തികച്ചു, ആ ശുശ്രൂഷ നിവർത്തിച്ചു. അപ്പോൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ദൗത്യം നിർവഹിച്ചല്ലാതെ നമ്മെ മരണത്തിന് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. വേല തികഞ്ഞെങ്കിൽ തീർത്തെങ്കിൽ പിന്നെന്തിനാ നമ്മളിവിടെ ഇരിക്കുന്നത്? എല്ലാവർക്കും ഭാരമല്ലേ? സ്തോത്രം. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തിക്കണോ എന്നുള്ള പറച്ചിൽ നമുക്കറിയാമല്ലോ. ഞങ്ങളോടൊക്കെ ഈ ബൈബിൾ സ്കൂളിലൊക്കെ പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുമ്പം പറയാറുണ്ട്, നിങ്ങളുടെ പ്രസംഗം ഇനിയും ജനത്തിന് കേൾക്കണം, ഇനിയും കേൾക്കണം എന്ന ഒരു നിലയിൽ ജനം ഇരിക്കുമ്പം പ്രസംഗം നിർത്തിയേക്കണം, എങ്കിലേ അടുത്ത പ്രസംഗം കേൾക്കാൻ വരത്തുള്ളെന്നാ. അപ്പൊ കർത്താവ് തങ്ങളുടെ ശുശ്രൂഷ ഇവിടെ അവരെ കൊണ്ട് നിവർത്തിപ്പിച്ചു. അതുകൊണ്ട് എത്ര എതിർപ്പുകൾ ഉണ്ടായാലും, എത്ര അനുകൂലികൾ ഇല്ലെന്ന് വന്നാലും, ദൈവം നമ്മെ ഏൽപ്പിച്ചത് വെട്ടിച്ചുരുക്കത്തില്ല. സ്തോത്രം. കാലം വേണമെങ്കിൽ കർത്താവ് നീട്ടിത്തരും, പക്ഷേ ശുശ്രൂഷ നമുക്ക് വെട്ടിച്ചുരുക്കി പോകേണ്ടതായിട്ട് വരികയില്ല. അവരെ ഈ മൃഗം കൊല്ലുന്നു. ആ വാക്യം കണ്ടോ? ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടെ നമുക്ക് അവിടെ നിന്നും കാണുവാനായിട്ടുണ്ട്. 7-ാമത്തെ വാക്യം, അവർ
തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. ആഴത്തിൽ നിന്ന് കയറി വരുന്നു. വളരെ സാമ്യമുള്ള രണ്ട് പദങ്ങൾ. ഒന്ന്, 3-ാം വാക്യത്തിൽ എൻ്റെ 2 സാക്ഷികൾ. രണ്ടാമത്തേത് 7-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. സാക്ഷികൾ, സാക്ഷ്യം, ഇത് രണ്ടും നാമും കുറിക്കൊള്ളണം. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ their persons, അവരുടെ വ്യക്തിത്വത്തെയാണ്, അവരുടെ ആളത്വത്തെയാണ്, അവരാരാണെന്നുള്ളതാണ് സാക്ഷികൾ, വിറ്റ്നസസ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഗിവിംഗ് ടെസ്റ്റിമണി, സാക്ഷ്യം തികച്ച ശേഷം. ഒന്ന്, അവരാരാണ്. 2, അവരെന്ത് ചെയ്യുന്നു. ഇതിലേതാണ് പ്രധാനം? എന്ത് ചെയ്യുന്നു? സാക്ഷികൾ ആയിരിക്കുക എന്നുള്ളതാണോ, സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണോ? സാക്ഷ്യം വഹിക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആവാം. ഞങ്ങൾ ഹിന്ദി പറയും 19-20 का फर्क है. അറബിൽ ന്യൂസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പ്രധാനമാണെങ്കിലും കൂടുതൽ പ്രസക്തി ഇതിലേതിനാ? വഹിക്കുക. ഇവിടെ പറയുന്നത് അവര് സാക്ഷ്യം പൂർത്തിയാക്കി എന്നല്ലേ? തങ്ങളുടെ സാക്ഷ്യം അവരുടെ ശുശ്രൂഷയിലൂടെ പൂർത്തിയാക്കി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാക്ഷ്യം വഹിക്കുക. അതിനുവേണ്ടി മരണത്തെ അവരത്, മരണം പോലും അവരത് കാരണമാക്കുന്നില്ല. ഒരു ശുശ്രൂഷ തികയ്ക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ അവർ അവരുടെ വ്യക്തിത്വം കൊണ്ട്, അവരുടെ ആളത്വം കൊണ്ട് സാക്ഷികളായിരിക്കുക എന്നുള്ളതല്ലേ കൂടുതൽ പ്രസക്തി? ക്രിസ്തുവിന്റെ പത്രങ്ങളായി. അതെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ പ്രസക്തമാണ്, പക്ഷേ ആ ശുശ്രൂഷയേക്കാൾ പ്രസക്തമാണ് നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത്. അതിൽ അയച്ചവന്റെ വേല നിവർത്തിക്കുക എന്നൊക്കെ പറയുന്നത്. അതെ, വേല നിവർത്തിക്കുക എന്ന് പറയുന്നത് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചെറുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ചോദിച്ചാൽ, വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, the life of the minister or the ministry of the minister? Life of the minister. Life of the minister. Yes. ഇവിടെ ഇത് രണ്ടും അവർ ചെയ്തു, രണ്ടും പ്രസക്തമാണ്, തീർച്ചയായിട്ടും വേണം. പക്ഷേ കൂടുതൽ പ്രസക്തം അവരാരായിരുന്നു എന്നുള്ളതാണ്. അവർ സാക്ഷികളായിരുന്നു. സാക്ഷികളായിരുന്നതിന് കാരണം അവർ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ പ്രസക്തമാണ്, കൂടുതൽ പ്രാധാന്യമുള്ളതാണ് നാം ആരായിരിക്കുക എന്നത്. കാരണം കർത്താവിൻ്റെ സാക്ഷികൾ അല്ലെങ്കിലും വേണമെങ്കിൽ
ആരെയെങ്കിലും കൊണ്ട് ദൈവത്തിന് തൻ്റെ സാക്ഷ്യം നിവർത്തിക്കാം, തൻ്റെ ശുശ്രൂഷ ചെയ്യിക്കാം. നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടതാണല്ലോ അത്. ആ പശ്ചാത്തലത്തിലാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെയ്യുവാനൊരു ശുശ്രൂഷ ഉണ്ട്, അത് വാസ്തവമാണ്. അത് നിവർത്തിക്കണം. നമ്മുടെ ശുശ്രൂഷ പ്രാധാന്യമുള്ളതാണ്. അതിനേക്കാൾ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതം. സ്തോത്രം. ഇവിടെ അത് രണ്ടും അവർ കാത്തു സൂക്ഷിച്ചു. അവരത് ഇവിടെ കാത്തു സൂക്ഷിച്ചു. സ്തോത്രം. എന്നിട്ടാണ് നാം കാണുന്നത്, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു, കൊന്നുകളയും. ദൈവം അങ്ങനെ അനുവദിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനത്തിലും നമ്മൾ കാണുന്നുണ്ട്, എതിർ ക്രിസ്തു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നതായിട്ട്. സഭാമഹാപീഡനത്തിലൂടെ പോകുമോ എന്ന വിഷയം നമ്മൾ പഠിച്ചപ്പോൾ ആ കാര്യം എടുത്തു പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. എതിർ ക്രിസ്തു വിശുദ്ധന്മാരോട് പടവെട്ടി ജയിക്കും. അവിടെ പറയുന്ന വിശുദ്ധന്മാർ സഭയാണെന്നുള്ള ധാരണയിലാണ് മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ടു, അവിടെ പറയുന്നത് സഭയെ സംബന്ധിച്ചല്ല. അവിടുത്തെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചല്ല, യഹൂദനെ സംബന്ധിച്ചാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഇസ്രായേലിനെ ദൈവം സാത്താന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് തള്ളിക്കളയുന്ന അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഈ സാക്ഷികൾ ഇവിടെ യഹൂദന്മാരുടെ സംരക്ഷണത്തിനായും മറ്റും നിൽക്കുന്നവരായി കാണാം. യഹൂദജനത്തിൻ്റെ അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ കഴിയുന്ന യഹൂദന്മാരുടെ പ്രതിനിധികളായി നമുക്കിവരെ കാണാം. അപ്പോൾ അവരെ ജയിക്കുവാൻ ദൈവം ഒരു പ്രത്യേക സമയത്തേക്ക് എതിർ ക്രിസ്തുവിനെ അനുവദിച്ചു കൊടുക്കുന്നു. വീണ്ടും പറയട്ടെ, സാത്താനും അവന്റെ ദൂതന്മാർക്കും ദൈവം അനുവദിച്ചു കൊടുക്കുന്ന പരിധിയിൽ നിന്നല്ലാതെ പ്രവർത്തിപ്പാൻ കഴിയില്ല. The devil and his team cannot work on their own, especially in relation with divine plans and God's people. It is possible only within the limits God permits. Within the limits of divine permission. അപ്പം എത്ര കാര്യങ്ങൾ ഉണ്ടായാലും മുഴുവൻ സംഗതികളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെ. അതുകൊണ്ട് അതിൽ ആശങ്ക വേണ്ട. എതിർ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അല്പം കൂടെ കഴിഞ്ഞിട്ട് അത് മാത്രമായിട്ട് എടുത്തൊന്ന് പഠിക്കാം. അന്നേരം ഞാൻ ഈ ആഴത്തിൽ നിന്നുള്ള മൃഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ഇപ്പോൾ അതുകൊണ്ട് ആഴത്തിൽ നിന്നുള്ള മൃഗം എതിർ ക്രിസ്തു എന്ന നിലയിൽ പറഞ്ഞ് അങ്ങ് വിടുന്നതേ ഉള്ളൂ. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നു.
എന്നിട്ട് ഇവരെ കൊന്നുകളയുന്നു. നാം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സൊദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. അപ്പോൾ അവരുടെ കൊലപാതകം നടക്കുന്നത്, അവരുടെ രക്തസാക്ഷിത്വം നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് നാം കാണുന്നു. 9-ാമത്തെ വാക്യത്തിലുണ്ട്, സകല വംശക്കാരും, അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ശവം കാണും. അവരുടെ ശവം അടക്കാനും സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് ദേഷ്യമാണ് അവരോട്. അവര് ശുശ്രൂഷിച്ചതുകൊണ്ടും അവരെ പീഡിപ്പിക്കാൻ നോക്കിയപ്പോൾ അവർ തിരിച്ച് പീഡിപ്പിച്ചതുകൊണ്ടുമൊക്കെ ജനത്തിന് ഇവരോട് വല്ലാത്ത വൈരാഗ്യമാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ വൈരാഗ്യം തീരുന്നില്ല. ചിലരെ കൊന്നു കഴിഞ്ഞാലും ആ ശവത്തോട് പോലും തങ്ങളുടെ വൈരാഗ്യം തീർക്കുമെന്ന് പറഞ്ഞതുപോലെ, ചിലർ മരിച്ചു കഴിഞ്ഞും പീസാക്കി കളയും, ആൾക്കാരെ കഷണമാക്കി കളയും. ചിലരുടെ ശരീരത്തിൽ ഒത്തിരി മുറിവുകൾ വരുത്തും. മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ അരിശം തീരുന്നില്ല. ഇവിടെ അതുപോലെ മരിച്ചു കഴിഞ്ഞിട്ടും അവർ ചത്ത് കിടക്കുന്നത് കാണാൻ അന്നത്തെ ജനതയ്ക്കൊരു ഭയങ്കര സന്തോഷം. ഇന്നത്തെ ഇന്റർനെറ്റിൻ്റെയും TV-യുടെയും തത്സമയ പ്രക്ഷേപണത്തിൻ്റെയും ഒക്കെ പ്രസക്തി ഈ കാലഘട്ടത്തിലേക്കും കൂടെ ഉള്ളതാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. TV-യൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന ആദ്യ സമയങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗമായിരുന്നു ഇത്. ഈ 2 സാക്ഷികൾ യെരുശലേമിൽ മരിച്ചു കിടക്കുന്നത് എല്ലാവരും കാണുമെങ്കിൽ എങ്ങനെയാ കാണുന്നേ? ഇങ്ങനെയാ കാണുന്നേ. TV-യിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ഇന്റർനെറ്റും സാറ്റലൈറ്റ്സും അതിൻ്റെയൊക്കെ വികസനം, ആ സാങ്കേതിക വിദ്യയുടെ വികസനമൊക്കെ ഈ കാര്യങ്ങൾക്ക് അനിവാര്യമാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കൊന്നുകളയും. അവരുടെ ശവം, അവർ മരിക്കുന്നത് എവിടെ? അവരുടെ ശവം കിടക്കുന്നത് എവിടെ? ഇവിടെ പറയുന്നത് കേട്ടോ, 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചുവല്ലോ. ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ കണ്ടോ? ഒന്നും കൂടെ വായിച്ചോളൂ 8-ാമത്തെ വാക്യം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവരുടെ ശവങ്ങൾ. ഇത് ഏതാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്നതിൽ നിന്ന് തന്നെ ഇത് യെരുശലേം നഗരമാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവരുടെ ശുശ്രൂഷ യെരുശലേം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. ഇവരുടെ മരണവും യെരുശലേമിലായിരിക്കും. അതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട നഗരം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട നഗരം. ചില ഇംഗ്ലീഷ് വേർഷനിലും ദയർ ലോഡ് എന്നാണോ അവർ ലോഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. And their dead bodies will lie in this where their Lord was crucified. ദയർ ലോഡ്. ഓക്കെ. ചില വേർഷൻസിൽ അവർ ലോഡ് എന്നുണ്ടെന്ന് തോന്നുന്നു. Their dead bodies in the wood, their Lord. അവരുടെ കർത്താവ്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്.
അവരുടെ കർത്താവ്. അപ്പോൾ അവരും യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലുള്ളവരാണെന്ന് വ്യക്തം. അത് നമുക്ക് സംശയമൊന്നുമുള്ള കാര്യമല്ല. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട യെരുശലേം നഗരത്തിലാണ് ഇവരുടെ ശുശ്രൂഷ നടന്നതും ഇവരുടെ മരണം നടക്കുന്നതും. ആ യെരുശലേമിന് കൊടുത്തിട്ടുള്ള 3 പ്രധാനപ്പെട്ട വിശേഷതകൾ അല്ലെങ്കിൽ വിശേഷ പേരുകൾ, three illustrative names are given for Jerusalem. എന്താ പറയുന്നത്? എന്തൊക്കെ പേരാ കൊടുത്തേക്കുന്നേ? Sodom, Egypt, ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ള മഹാനഗരം. 8-ാമത്തെ വാക്യത്തിലുള്ളത് 3. സോദോം, മിസ്രയീം, മഹാനഗരം. നാലാമത്തെ വിശേഷണമാണ് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് പെട്ട നഗരം. അങ്ങനെയാണെങ്കിൽ ഈ നഗരത്തിന് ഇവിടെ ഈ 8-ാമത്തെ വാക്യത്തിൽ 4 വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടു, കർത്താവ് ക്രൂശിക്കപ്പെട്ട യെരുശലേം നഗരം. ആത്മീയമായി അതിന് പേര് വിളിക്കുന്നു സൊദോം. സൊദോമിന്റെ വിശേഷത നമുക്കറിയാമല്ലോ. The city of abomination, the city of immorality, അസാൻമാർഗികതയുടെ, പ്രകൃതി വിരുദ്ധതയുടെ നഗരം, അൺനാച്ചുറൽ റിലേഷൻഷിപ്സിന്റെ, ഇമ്മോറാലിറ്റിയുടെ, അബോമിനേഷന്റെ തലസ്ഥാനമായിരുന്നു Sodom. So Sodom stands for the abominable, immoral, unnatural relationships during the ministry of these 2 witnesses. ഈ 2 സാക്ഷികൾ ശുശ്രൂഷിക്കുന്ന കാലത്തെ ജനതയുടെ സ്വഭാവം അസാൻമാർഗികതയും അശുദ്ധിയും പാപവും പ്രകൃതി വിരുദ്ധമായ സംഗതികളും നടമാടുന്ന ഒരു യെരുശലേം. ഇന്നും യെരുശലേം ഏതാണ്ട് അതേ നിലയിലൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇസ്രായേലിൽ വളരെ ചുരുക്കം പേർ മാത്രമേ ഇന്നും ദൈവവിശ്വാസികളായിട്ടുള്ളൂ. നിരീശ്വരന്മാരാണ് അധികവും. സമലൈംഗിക വിവാഹത്തിന്, അല്പവസ്ത്രധാരണത്തിന്, അസാൻമാർഗികമായ ജീവിതത്തിനൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഇസ്രായേല്യരാണ് ഇന്ന് അധികവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത് ആത്മീയമായി സോദോം എന്ന പേര്. 2, ഈജിപ്റ്റ്. ഈജിപ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ വേൾഡ്ലിനെസ്, luxury, oppression and slavery. മിസ്രയീമിന്റെ അർത്ഥം, മിസ്രയീം നിക്ഷേപ വസ്തുക്കൾ, മിസ്രയീമിന്റെ ആഡംബര ജീവിതം, ആഡംബരം. മിസ്രയീം ലക്ഷറി, റിച്ച്നെസ്, ധനാഢ്യത, ഒപ്രഷൻ, അടിച്ചമർത്തൽ, സ്ലേവറി, അടിമത്വം, ലോകമയത്വം എന്നിവയെ കാണിക്കുന്നതാണ് മിസ്രയീം, ഈജിപ്റ്റ്. വേൾഡ്ലിനെസ്, ലൗകികത, ആഡംബരപ്രിയം, അടിച്ചമർത്തൽ, അടിമത്വം, ഇവയൊക്കെയാണ് മിസ്രയീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അപ്പോൾ ഈ ദൈവദാസന്മാർ, ഈ സാക്ഷികൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് യെരുശലേമിന്റെ ഒക്കെ സ്ഥിതി ഏതാണ്ട് ഇതൊക്കെ തന്നെയെന്ന് ഈ വാക്യങ്ങളിൽ നിന്നും വ്യക്തമാക്കാം. പിന്നെ പറയുന്നു ദ ഗ്രേറ്റ് സിറ്റി, മഹാനഗരം, മഹാനഗരം. പക്ഷെ ഈ മഹാനഗരം എന്ന പേര് പൊതുവെ യെരുശലേമിന് ഉണ്ടായിട്ടില്ല. മഹാനഗരം എന്ന പേര് പൊതുവെ ബൈബിളിൽ കാണുന്നത് ബാബിലോണിന് വേണ്ടിയാണ്. മഹാനഗരം എന്നതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദ ക്യാപിറ്റൽ ഓഫ് ദി ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ തലസ്ഥാന നഗരിയായി പ്രവർത്തിക്കുന്ന ഇടം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യെരുശലേമിന്റെ തലസ്ഥാന പദവിക്ക് വേണ്ടി ആഗ്രഹിക്കാത്ത ലോകരാജ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ യെരുശലേമിന് ഇങ്ങനെയാണ് 4 വിശേഷതകൾ. നമ്മുടെ അല്ലെങ്കിൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം, ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും വിളിക്കപ്പെടുന്ന മഹാനഗരം. ഇപ്പം ബാബിലോണിനെയാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 16:19. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. മഹാനഗരം. അങ്ങനെയുള്ള വേറെ കുറെ വാക്യങ്ങളുണ്ട്. 17-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 17:18, 18:6, 10, 18-10, 18-16, 18, 19, 21. ഒന്നും കൂടെ ആ റെഫറൻസുകൾ. ബാബിലോണിനെ മഹാനഗരം എന്ന് വിളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ വെളിപ്പാട് 16:19, 17:18, 18:10, 16, 18, 19, 21. അപ്പം യെരുശലേം ഈ 7 വർഷത്തെ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ 3.5 വർഷത്തോളം അവന്റെ ഭരണത്തിന്റെ തലസ്ഥാനമായിട്ട് നിലനിൽക്കും. ആ ഒരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ആ യെരുശലേമിലായിരിക്കും ഈ സാക്ഷികൾ ശുശ്രൂഷിക്കുന്നതും ഒടുവിൽ കൊല്ലപ്പെടുന്നതും. അവിടെയായിരിക്കും അവരുടെ ശവങ്ങൾ 3.5 ദിവസം കിടക്കുന്നതും. ആ 3.5 ദിവസം അവിടെ കിടന്ന് ലോകരെല്ലാവരും കണ്ട് സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ച് ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3.5 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇവർ ഉയർത്തെഴുന്നേൽക്കുകയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭയങ്കര ഭയവും നിരാശയുമൊക്കെ എതിർക്രിസ്തുവിനും കൂട്ടർക്കും ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കും അത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാകാലത്തേക്കാൾ ജനം ഭയപ്പെട്ടത് യേശുവിന്റെ മരണശേഷമായിരുന്നല്ലോ, ഉയർപ്പിന് ശേഷം പ്രത്യേകിച്ചു. അതുപോലെ ഈ അവർ ജീവിച്ചിരുന്ന 3.5 കൊല്ലം കൊണ്ട് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളെക്കാൾ കൂടുതലായിരിക്കും
ഇവരുടെ മരണശേഷം സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ അവരെ പിടിക്കാനും കൊല്ലാനും ഒന്നും ഒക്കാത്ത നിരാശയും ദേഷ്യവും ഒക്കെ കൂടെ ഇവരെ ഭരിക്കും. അതുമെല്ലാം വരുന്ന 3.5 കൊല്ലം ജീവിച്ചിരിക്കുന്നവരെ അധികം ദണ്ണിപ്പിക്കുന്നതിന് കാരണവുമാകും. സ്തോത്രം. അപ്പോൾ ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം തൻ്റെ പ്രവൃത്തി ഏത് കാലഘട്ടത്തിലും നിവർത്തിക്കും. അതിനാരും തടസ്സമല്ല. സാത്താനും എതിർ ക്രിസ്തുവും പോലും നമ്മുടെ ദൈവത്തിന് ഒരു എതിർപ്പല്ല, ഒരു വെല്ലുവിളിയല്ല, ഒരു ഭീഷണിയല്ല. സ്തോത്രം. Even the devil and his team are not at all a threat for our God. Not even a challenge. Praise God. ആകയാൽ പിശാച് എത്ര ശക്തിയോടെ പ്രവർത്തിച്ചാലും നമുക്കും അരമുറക്കി നിൽക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാമും സകലത്തിനും മതിയാകുന്നവർ എന്ന ഉറപ്പോടെ. സ്തോത്രം. ഇവൻ ശത്രുക്കൾ കൊന്നുകളഞ്ഞാൽ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ച് പകരം വീട്ടുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാമും മരിക്കും, ഒരുപക്ഷെ നമ്മയും കൊല്ലും. ഇവരെ പോലെ നാം എഴുന്നേൽക്കത്തില്ലായിരിക്കാം, പക്ഷെ നമുക്കും നമ്മുടെ കർത്താവ് ഒരു ഉയർപ്പ് വാഗ്ദത്തം ചെയ്യുന്നു. നാം മരിച്ചാലും സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ നാം അവനോട് അനുരൂപരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. നാം നമ്മുടെ കർത്താവിനോട് അനുരൂപരായിട്ട് തീരും. വരുവീൻ, അധൈര്യപ്പെടാതെ നമ്മെ അയച്ച കർത്താവിൻ്റെ വേല പകലുള്ളിടത്തോളം തികച്ചെടുക്കുവാൻ നമുക്ക് സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.